മൺസൂൺ അടുത്തതോടെ ആശങ്കയിലായി വീണ്ടും തിരുവനന്തപുരം മുതലപ്പുഴി. ശക്തമായ മണലൊഴുക്ക് കാരണം അഴിമുഖത്തിന്റെ ആഴം 6 അടിയിൽ നിന്നും 2 അടിയായി കുറഞ്ഞു. കള്ളക്കടൽ പ്രതിഭാസവും കൂടി പ്രതികൂലമായി ബാധിച്ചതും മുതലപ്പുഴയിലെ അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ഈ വർഷം മൺസൂൺ നേരത്തെയാണ്. മുതലപ്പുഴയിൽ ആശങ്കയും വർദ്ധിച്ചു. കള്ളക്കടൽ പ്രതിഭാസവും മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയും വർദ്ധിക്കുന്നുണ്ട്. 2 ആഴ്ച കൂടി പിന്നിട്ടാൽ വരാൻ പോകുന്നത് ദുരന്തകാലം എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതികരണം. 2 ആഴ്ച കൊണ്ട് പൂർത്തിയാക്കേണ്ട മണൽ നീക്കമാണ് സർക്കാരിന്റെ അനാസ്ഥ കാരണം ഇഴഞ്ഞു നീങ്ങുന്നത്. പ്രധാനമായിട്ട് ആശങ്ക എന്ന് വെച്ചാൽ കഴിഞ്ഞ ജനുവരി 16-ാം തീയതി 17-ാം തീയതി തുടങ്ങിയതാണ് ഡ്രഡ്ജിങ് എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണ് മാന്തി ബന്ധം വെച്ചിട്ട് വാരി മാറ്റുന്നത്. ഇത് കൃത്യമായ ഡ്രഡ്ജർ മെഷീൻ കൊണ്ടിട്ടാണ് നടത്തുന്ന ഡ്രഡ്ജിങ് എങ്കിൽ ഏകദേശം 2 ആഴ്ച കൊണ്ട് പരിഹരിക്കാനുള്ള വിഷയമാണ്. ഈ ഇത്രയും ദിവസം നീട്ടി ഉണ്ടായിരുന്ന ആഴം പോലും ആഴം ഉണ്ടായിരുന്ന കാലത്ത് പോലും ഇപ്പോൾ മണൽ കയറുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഡ്രഡ്ജിങ് നടത്തുന്നത്. അതുകൊണ്ട് ഈ രീതിയിലാണ് പോക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന അപകടങ്ങളുടെ 10 മടങ്ങായിരിക്കും ഈ മൺസൂണിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. ഇത് പല കമ്മിറ്റികളിലും പല മീറ്റിങ്ങുകളിലും പല പ്രസ്ഥാനങ്ങളിലും പല ഉദ്യോഗസ്ഥരോടും ഞങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ്. 100 കണക്കിന് വള്ളങ്ങളിലായി 1000-ലധികം മത്സ്യത്തൊഴിലാളികളാണ് മുതലപ്പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. കാലവർഷം ദുരിതം വിതയ്ക്കുന്ന മുതലപ്പുഴയിൽ വർഷങ്ങളായുള്ള അനാസ്ഥ ഇപ്പോഴും തുടരുകയാണ്. ജനം, തിരുവനന്തപുരം.